റൈറ്റ്, ഒറ്റ സെക്കൻഡ് അരുൺ, ഞാൻ തിരികെ എത്താം. കലാരാജു നമുക്കൊപ്പം ചേർന്ന് കുറെ നേരമായി ആശുപത്രിയിലായിരുന്നത് കൊണ്ടാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ അല്പം വൈകി പോയത്. കലാരാജു, നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? നിങ്ങളെ 4 ദിവസം കോൺഗ്രസുകാർ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം വളരെ സൗഹാർദ്ദപരമായിട്ട് നിങ്ങൾ CPM-കാർക്കൊപ്പം പോയി. പിന്നെ പരാതി കൊടുത്തു, തെറ്റായ ഒരു പരാതി, തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കോൺഗ്രസും UDF-ഉം. അതാണോ? തട്ടിക്കൊണ്ട് പോയിട്ടില്ല, എന്നെ ഒന്നും തെറ്റിദ്ധരിപ്പിച്ചില്ല. എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. 4 ദിവസം ഞാൻ അവിടെ, ആദ്യത്തെ ദിവസം ഞാൻ പാർലമെന്റ് പാർട്ടി പങ്കെടുത്തിരുന്നു. അന്ന് ഒരു തീരുമാനം പറഞ്ഞിരുന്നില്ല. അതിനുശേഷം എന്റെ അമ്മ വീണ് സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പാലായിലായിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് എന്റെ ഒരു ബന്ധു മരിച്ചത് നിർവഹിച്ച് ഞാൻ അവിടെ ആയിരുന്നു. അല്ലാതെ എന്നെ ആരും തട്ടിക്കൊണ്ട് പോയതല്ല. അങ്ങനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് നിന്ന് കൊടുക്കുന്ന ആളുമല്ല ഞാൻ. CPM-കാരൻ നിങ്ങളെ കാറിനകത്ത് വലിച്ചു കയറ്റി കൊണ്ടുപോയോ? നിർബന്ധിച്ചു കൊണ്ടുപോയോ? അതോ നിങ്ങൾ സന്തോഷത്തിൽ ചെയർപേഴ്സന്റെ വാഹനത്തിൽ കയറിപ്പോയോ? സന്തോഷത്തിൽ ചെയർപേഴ്സന്റെ വാഹനത്തിൽ കയറിപ്പോയ ആളെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചാണോ വാഹനത്തിൽ തുണിയും പറിച്ച ആക്ഷേപിച്ചാണോ ചെയർപേഴ്സൺ വാഹനത്തിലോട്ട് കയറ്റുന്നത്? അത് ചെയർപേഴ്സൺ ആണോ വാഹനത്തിൽ കയറ്റിയത്? അതോ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ എവിടെയോ കിടന്ന ആളുകളൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ UDF-ൽ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സഖാവിനെ ഞാൻ 25 വർഷമായിട്ട് കണ്ടിട്ടില്ല. സഖാവാണോ എന്ന് പോലും എനിക്ക് അറിയില്ല. അത് ഒരു ഗുണ്ടയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അവനാണ് എന്നെ തലമുടിക്കുറ്റിന് പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച്, അതാണോ ഒരു വനിതയ്ക്ക് കൊടുക്കേണ്ട പരിഗണന? അത് ഞാൻ പിന്നെ പങ്കെടുക്കാൻ വന്നു, ഞാൻ വിശ്വാസത്തിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയെങ്കിൽ എന്റെ നിലപാട് എനിക്ക് വ്യക്തമാക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാണ് എന്നെ പിന്നെ വനിതാ കൗൺസിലർ, അതായത് മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ, അതുപോലെ ജിഷ രഞ്ജിത്ത, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൂത്താട്ടോളത്തുള്ളവരല്ല, അല്ലാതെയുള്ള ആളുകള്, നമ്മൾ CITUവിന്റെ ആളുകള്, പാർട്ടിയുടെ LDF-ന്റെ മുഴുവൻ കൗൺസിലേഴ്സും എന്നെ തടയാനായി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അല്ലാതെ അവര് ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നില്ല. അവിടെ അവരെന്നെ വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ്. പിന്നെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി അവളെ കൊന്നുകളയടാന്ന് പറയുന്നതും മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവളെ വലിച്ച് വണ്ടിയിലേക്ക് എറിയടാന്ന് പറയുന്നു. ഒരു ചെറിയ, അതായത് ഒരു 18 വയസ്സ് പൂർത്തിയായോന്ന് എന്ന സംശയം തോന്നുന്ന ഒരു പയ്യനാണ് എന്നെ മുടിക്കുത്തിന് ചുറ്റി പിടിച്ചിട്ട്, എന്റെ നീളമുള്ള മുടിക്കുത്തിന് ചുറ്റി പിടിച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ഇതിന് ശ്വാസം മുട്ടി. ആ ശ്വാസം മുട്ടിയ സമയത്താണ് ഇവരുടെ സാരി പറിക്കുന്നത്. അത് എന്താണ് അവര് അങ്ങനെ? ഞാൻ അവിടെ നിന്ന് പോണെങ്കിൽ ഇങ്ങനെ എന്നെ വസ്ത്രാക്ഷേപം ചെയ്തെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണെന്ന് എനിക്കല്ല. എന്നിട്ട് എന്നെ വലിച്ച് വണ്ടിയിലേക്ക് ഉന്തി കയറ്റി പൂച്ചി പിടിച്ചിരുത്തി. ഇവൻ എന്റെ ഒപ്പം കയറി ഡോറ് വലിച്ചടച്ചപ്പോ എന്റെ കാല് ഡോറിന്റെ ഇടയപ്പോ ഞാൻ കരഞ്ഞു, നിലവിളിച്ചു, എന്റെ കാല് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുമ്പോ നിനക്കത് വെട്ടിത്തരാടി എന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത്. അല്ലാതെ ഊണ് കഴിക്കാൻ വേണ്ടി പോയതല്ല. 4:30 വരെ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് പാർട്ടിക്കാർ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടു. സമാധാനപരമായിട്ട് വീട്ടിൽ കൊണ്ടുവിട്ടു എന്നാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുന്നത്. അതൊട്ടും ഒരു ബന്ധമില്ല. അതൊരു ബന്ധം. കാരണം കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികള്. അപ്പം ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിക്കാനായിട്ടൊരു ശ്രമം അവരെ നടത്തി. ഇവര് പറഞ്ഞു അപ്പം എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നില്ല, കൊണ്ടുപോയാൽ അവിടെ ബഹളമാണ് എന്നോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്നെ നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകോ എന്ന് പോലീസിനോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. എനിക്ക് നെഞ്ചുവേദന ഉണ്ടായെന്ന് ഞാൻ ഡോക്ടറോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞാൻ നെഞ്ചുവേദന ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഗ്യാസിന്റെ ഗുളിക തന്നിട്ട് നമ്മുടെ പിന്നെ ഇതിന്റെ സമയം കഴിയട്ടെ, നമ്മുടെ പാർട്ടി അനുവദിച്ച് 11, അതായത് 3:30 കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവര് ഹോസ്പിറ്റലിലോ പോലീസ് സ്റ്റേഷനിലോ അല്ല എന്നെ കൊണ്ടുപോയി, നേരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. മക്കളുടെ കയ്യിലായിരുന്നു വീടിന്റെ ചാവി. ഞാൻ അവിടെ ഇറങ്ങിത്തിരുന്ന സമയത്താണ് പിന്നെ പോലീസുകാർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പുറത്തെ ലാബിൽ, അപ്പം CHSയിൽ എല്ലാ സൗകര്യം ഉണ്ടെന്ന് പറയുന്നു, പുറത്തെ ലാബിലേക്കാണ് അവര് രക്തമൊക്കെ പരിശോധിക്കാനായിട്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടത്. അത് എനിക്ക് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്റെ അടുത്ത് വന്നതാണ്. അതുപോലെ പോലീസുകാർ എന്റെ അടുത്ത് മൊഴി എടുത്തതാണ്.
അപ്പൊ ഞാനിതൊന്നും പറഞ്ഞില്ല എന്ന് ഈ പറയുന്നത് വൂണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് മനസ്സിലാവുന്നില്ല എന്താണ്. അല്ല ശ്രീമതി കലാരാജു, വെല്ലം ഈ ഉപദ്രവിക്കാൻ നോക്കി അല്ലെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്തെങ്കിലും വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതൊന്നും ഇതിനകത്തില്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത് നെഞ്ചുവേദന എന്ന് പറയുന്ന കാരണമേ കള്ളമാണെന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പറയുന്നുണ്ടാവുക. അത്തരത്തിൽ എന്തെങ്കിലും വൂണ്ട് സർട്ടിഫിക്കറ്റോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്റെ നെഞ്ചിനല്ലേ വേദന, എനിക്ക് നെഞ്ചുവേദന ഉണ്ടോ ഇല്ലയെന്നോ അവരെങ്ങനെ അറിയുന്നേ? എന്റെ നെഞ്ചിന് വേദന എടുത്താൽ എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ഒരു സ്ത്രീയെ 56 വയസ്സായ ഒരു സ്ത്രീയെ ഇത്രയും നിഷ്ഠൂരമായിട്ട് പിന്നെ അകവും പുറവും കൂടെ കൂട്ടി ഇടിച്ച് ഒരു വണ്ടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവരുടെ ശരീരത്തിന് യാതൊരു ക്ഷതങ്ങളും ഏൽക്കുകയില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. 25 വർഷം പാർട്ടിക്കൊപ്പം നിന്ന അല്ല ശ്രീമതി കലാരാജു, ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നതിനും 25 വർഷം പാർട്ടിക്കൊപ്പം നിന്ന നിങ്ങളോട് എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു നിലപാട് പാർട്ടി കാണിക്കുന്നത്? ശരിക്കും എന്താണ് വിഷയം? ശരിക്കും വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രാഞ്ച് സമ്മേളനത്തിൽ എനിക്ക് പാർട്ടിയിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്, അതായത് ഒരു 8 or 10 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഒരു ബ്രാഞ്ച് സമ്മേളനം. ആ സമ്മേളനത്തിൽ ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിറ്റേ ദിവസം മുതൽ ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ്, ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, ഇവർ 3 പേരും എന്നോട് ഞാനെന്തോ അപരാധം ചെയ്ത മട്ടിൽ ഈ 4 മാസക്കാലം എന്നോട് അവർ അങ്ങനെയാണ് പെരുമാറിയത്. അവരെന്റെ ഈ വൈസ് ചെയർമാൻ എന്റെ മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഈ ബാങ്കിന്റെ പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് ആണ്. അപ്പൊ സണ്ണി കുര്യാക്കോസും കൂടെ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ അവിടെ സംസാരിച്ചത്. ആ വിഷയത്തിൽ എനിക്കൊരു മറുപടി തരുന്നതിന് പകരം അവർ മുഖം നേർപ്പിച്ച് മുഖം മാറ്റി എന്നെ ഫേസ് ചെയ്യാൻ നടന്നിട്ട് കാര്യമില്ല. അവരെനിക്കൊരു മറുപടി അവർ തന്നിട്ടില്ല. 4 മാസക്കാലവും ഞാൻ എത്തേണ്ടിടത്തേക്കൊക്കെ ഞാൻ എത്തേണ്ട തലങ്ങളിലൊക്കെ ഞാൻ പരാതി അയച്ചിരുന്നു. എനിക്ക് ഒരു നീതി ഉണ്ടോ, അത് ശരിയാണോ, എനിക്ക് എന്റെ മനസാക്ഷിയോട് എനിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിട്ട് അപ്പോലും എനിക്ക് അവരതിന് മറുപടി തന്നില്ല. അതേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ 4 മാസം കൊണ്ട് നിങ്ങൾ CPM വിടാം, അല്ലെങ്കിൽ CPM-ൽ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല, നിൽക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരുന്നോ? ഞാൻ ചോദിക്കട്ടെ മാഡം, 25 വർഷം ഞാൻ പാർട്ടിയെ നെഞ്ചിലേറ്റ് നടന്ന ഒരു വനിതാ പ്രവർത്തകയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് എന്റെ ജനങ്ങളുടെ, എന്നെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് എന്നെ വസ്ത്രാക്ഷേപം വലിച്ചു പറിച്ച് അത്രയും നിഷ്ഠൂരമായിട്ടൊരു ദ്രോഹം ചെയ്യാനും മാത്രം ഞാൻ ഇവരോട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നത്. അപ്പൊ ഇനി കോൺഗ്രസിലേക്ക് പോകാനും UDF-ലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇത് അതിനകത്ത് മാറ്റർ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് ഈ വേദന എന്ന് പറഞ്ഞിട്ട് പോയി പറഞ്ഞില്ല എന്നാണ് ഇവര് പറയുന്നത്. എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഡോക്ടർ വന്നു, എന്റെ കുട്ടികൾ എന്റെ അടുത്തുണ്ട്. ആ സമയത്ത് ഇവര് പ്രഷർ ചെക്ക് ചെയ്തു. അല്ലാതെ ഇവര് എന്താ പറ്റിയ നെഞ്ചുവേദനയ്ക്ക് നന്നായിട്ട് നെഞ്ചുവേദനിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ തരാൻ പോലും അവര് തയ്യാറായില്ല. കൂത്താട്ടുകുളം CHSC എന്നാണല്ലോ പറയുന്നത്. അവിടുത്തെ ഒരു കൗൺസിലർ ആണല്ലോ ഞാൻ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ എന്നോട് അങ്ങനെ ചെയ്യുന്നത്? എനിക്കൊരു അതുപോലെ തന്നെ പാർട്ടി ഓഫീസിൽ ഡോക്ടറെ വിളിച്ചെന്ന് പറഞ്ഞു. ഡോക്ടർ വന്നേച്ച് കാല് ചതഞ്ഞ് എന്റെ വേഗം ചതഞ്ഞ്, അപ്പൊ വന്നേച്ച് നോക്കിയിട്ട് ഒരു വേദനയുണ്ട്, ഒരു ഓയിന്റ്മെന്റിന്റെ പേര് എനിക്ക് മേശപ്പുറത്ത് വെച്ച്. കാറിന്റെ ഡോർ അടച്ചിട്ടാണോ? അതെ, അതിപ്പോഴും ഉണ്ട് അല്ലേ? അതിപ്പോഴും ഉണ്ട്. ആ കാല് എനിക്ക് എക്സ്റേ എടുത്ത് ഓടിക്കൊന്നില്ല, പക്ഷെ ചതഞ്ഞിട്ടുണ്ട്. കാരണം ഡോറയിൽ വെച്ച് ഞെരിക്കിയതല്ലേ, അത് ഞെരിക്കിയതല്ലേ. അപ്പൊ ഞാൻ നിലവിളിച്ചു എന്റെ കാലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അവിടെ നടന്നേന്ന് ശരിക്കും എന്റെ വസ്ത്രം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും രക്ഷപ്പെടാം. അതിന് ഇപ്പൊ ഒരു പോലീസ് മേധാവി എന്നോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏതോ ഒരു വസ്ത്രം അഴിഞ്ഞ് ചുരുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ചോദിക്കുകയാണ്. അത് ഒരാളെന്നെ മുടിയിൽ ഇങ്ങനെ ചൂരിട്ടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ എന്നിട്ടും ഞാൻ പറയുന്നത് എനിക്ക് മുനിസിപ്പൽ ഓഫീസിലേക്ക് കടക്കാനുള്ള അനുമതി തരുമോ, എന്നെ അകത്ത് എത്തിക്കുവോ എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം, എന്റെ വസ്ത്രവും എനിക്ക് യഥാസ്ഥാനത്ത് കൊടുക്കുകയും ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ എന്നോട് അകത്തേക്ക് വിടുന്നത്. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വണ്ടിയുടെ ഡോർ അടച്ച് എന്നെ വലിച്ചു കയറ്റി എന്റെ കൂടെ ഒരു സീറ്റിൽ തന്നെ ഇടിച്ചു കയറിയ ആ പയ്യന്റെ ഡോർ അടയ്ക്കാനാണ് അദ്ദേഹം സഹായിച്ചത്. അതൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട്
ഞാൻ അനുഭവിച്ച കാര്യങ്ങളല്ലേ, അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും എനിക്ക്? ഒറ്റ കാര്യം കൂടെ ശ്രീമതി കലാരാജു, ഇത് വിക്ടിമിന്റെ മൊഴി മാത്രമല്ലല്ലോ, എല്ലാ പരിശോധന നടക്കട്ടെ, എല്ലാ അന്വേഷണം നടക്കട്ടെ, അപ്പൊ ഇതെല്ലാം തെളിയും. ആരാരെ തെറ്റിദ്ധരിപ്പിച്ചു, ആരാരെ തട്ടിക്കൊണ്ടുപോയി, ആ വിഷ്വൽസ് ഒക്കെ വരുമ്പോൾ മനസ്സിലാകും. ഈ നിർബന്ധിച്ച് കയറ്റിയതല്ല, ആക്രോശിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട് CPM-ന്റെ നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ ഈ ചർച്ചയിൽ തന്നെ. അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ ഒരുപക്ഷെ ഈ വാദങ്ങൾ പൊളിയുമോ? സത്യം പുറത്തു വരട്ടെ മാഡം, അന്വേഷിച്ചിട്ട് സത്യം പുറത്തു വരട്ടെ. റൈറ്റ്, ഓക്കെ. അഡ്വക്കേറ്റ്